ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഭയങ്കര എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ആങ്ഷ്യസ് ആയിരുന്നു എങ്ങനെയായിരിക്കും വീടെന്ന് കാണാനായിട്ട്. അന്ന് ഇവിടെ വന്നപ്പോൾ റിയലി ഇറ്റ് വാസ് വെരി ഇമോഷണൽ ആയിരുന്നു. ഞങ്ങള് വീട് അത്രയും ഭംഗിയായിട്ട് അവർ ചെയ്തു, നമ്മുടെ എക്സ്പെക്ടേഷൻസിനേക്കാളും ബിയോണ്ട് അവര് മീറ്റ് ചെയ്തു എന്ന് കണ്ടപ്പോഴത്തേക്കും ഇറ്റ് ഇസ് റിയലി ഗുഡ്. ഹായ്, എൻ്റെ പേര് ഷിബു വർഗീസ്. ഇതെൻ്റെ വൈഫ് ആന്റണറ്റ് റോസ്, ഇതെൻ്റെ മോള് സ്വെറ്റ്ലാന, ഇതെൻ്റെ മോൻ സ്റ്റെഫാനോ. ഞങ്ങളെല്ലാവരും ഖത്തറിലാണ്. ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്നു, വൈഫ് ഖത്തറിൽ വർക്ക് ചെയ്യുന്നു, പിള്ളേർ രണ്ടും ഖത്തറിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ നാട് ആലപ്പുഴയിലാണ്, കുട്ടനാട്ട്. ഞങ്ങളുടെ ഒരു ഡ്രീം കം ട്രൂ ആണ് ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ആലോചിച്ചാണ് ഈ ഒരു വീട്, എറണാകുളത്തൊരു വീട് വേണമെന്ന് പറഞ്ഞു. അത് ഫൈനലി ഇതാണ്. ഞങ്ങൾ കാക്കനാടുള്ള ബിൽഡോന്റെ ഗ്രീൻ വില്ല പ്രോജക്റ്റിലാണ് വില്ല വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ ഒരു ഇൻറ്റീരിയർ ടീമായ ലിവോൺ ആണ് ഞങ്ങളുടെ ഇൻറ്റീരിയർ ഫുൾ വർക്ക്സും ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ബേസിക്കലി അബ്രോഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രിഫർ ചെയ്ത് തന്നെ ഒരു ഇൻഹൗസ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. അതാകുമ്പോൾ സിവിലും ഇൻറ്റീരിയർ ആയിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനും എളുപ്പമാണ്. ബിക്കോസ് നമ്മൾ റെഗുലർലി ഇവിടെ വന്ന് ചെക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ ഓഫ് കോഴ്സ് ഫാമിലിനെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എന്നാൽ പോലും നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറഞ്ഞ് കോർഡിനേറ്റ് ചെയ്യാനാണെങ്കിലും സിവിലും ഇൻറ്റീരിയർ ഒരുമിച്ച് തന്നെ ആണെങ്കിൽ അത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇവർ സിവിൽ വർക്ക് നമ്മൾ പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ഇൻറ്റീരിയർ ഡിസൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആദ്യം തന്നെ 2D ഒക്കെ വരച്ചു. അപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ നമ്മുടെ വർക്ക് കൺസ്ട്രക്ഷൻ ഒരു ഹാഫ് സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു നമ്മുടെ വീട് എങ്ങനെയായിരിക്കും. ഓരോ ലൈക്ക് ഇൻഫാക്ട് സ്മോൾ ഓരോ പാനൽസ് അല്ലെങ്കിൽ ഓരോ സീലിംഗ് അല്ലെങ്കിൽ ഫ്ലോർ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ്സ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ എവിടെ ഇരിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. ആൻഡ് ബേസിക്കലി ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു പ്ലാൻ അനുസരിച്ചാണ് പിന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. ഓരോ ലൈറ്റ് എവിടെ വരണം, ഓരോ സ്വിച്ചസ് എവിടെ വരണം, ഫാൻ അങ്ങനെ എത്രണ്ണം വേണം, അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഐഡിയ നമുക്ക് ആദ്യം മുതലേ കിട്ടിയായിരുന്നു. അപ്പോൾ വർക്ക് അതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ പിന്നീട് എന്തെവിടെ വെക്കണമെന്നൊക്കെ ആലോചിക്കണം. ഇതിപ്പോൾ നമ്മുടെ ഫർണിച്ചേഴ്സ് തന്നെ ആക്ച്വലി എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഇവിടെ ഓരോ ഫർണിച്ചർ എടുത്ത് നോക്കിയാലും അതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ബിൽഡ് ചെയ്തൊരു അല്ലെങ്കിൽ ചെയ്തൊരു സംഭവമാണത്. അപ്പോൾ അതെല്ലാം ഓരോന്നിൻ്റെ ഡയമെൻഷൻസ് അതെല്ലാം നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അത് ബേസിക്കലി നമ്മൾ ഈ ഇൻറ്റീരിയർ സിവിലും കൂടി പാരലലി കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ പ്ലാനിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റേജ് മുതൽ പറഞ്ഞൊരു മെയിൻ ഒരു ക്രൈറ്റീരിയ ആയിരുന്നു ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്. ഇപ്പോൾ നമ്മൾ കിച്ചണിൽ എടുത്താൽ തന്നെ നമ്മുടെ മിക്സി കാര്യങ്ങളെല്ലാം വെക്കാനുള്ള ഒരു കബോർഡ് സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പൊതുവേ കാണാറുണ്ട് എല്ലാ സാധനങ്ങളും നിരത്തി പുറത്ത് ഇങ്ങനെ വെക്കാറുള്ളതാണ്. അതൊരു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പൊതുവേ കാണത്തില്ല. നമ്മളെല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഞങ്ങൾ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ സൂട്ട് കേസസ് വെക്കാനും എല്ലാ ഓപ്ഷനും അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നിപ്പോൾ വീട് കാണുമ്പോഴത്തേക്കും എല്ലാ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊന്നും അങ്ങനെ അധികം ലാക്ഷ് ചെയ്ത് അവിടെ ഇടുന്ന ഇടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ? തീർച്ചയായും.
ഞങ്ങൾക്ക് ഇന്റീരിയേഴ്സിനെ കുറിച്ചുള്ള ഐഡിയാസും അതിന്റെ പ്ലാൻസും എക്സിക്യൂഷനും അതൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ പരസ്പരം എപ്പോഴും ഡിസ്കസ് ചെയ്യുമായിരുന്നു. ശരിക്കും നിങ്ങൾ വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ കുറേ സ്ട്രക്ചേഴ്സും കുറേ പാനിങ് വർക്ക്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ കുറേയൊക്കെ അവരുടെ തന്നെ സജഷൻസ് ആയിരുന്നു. നമുക്ക് ഈ ഒരു തീമിൽ പോവാം. നമ്മൾ ഹൈലി ട്രഡീഷണലും അല്ല മോഡേണും അല്ല, പക്ഷെ ഒരു ചെറിയൊരു മിക്സിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ. അപ്പോൾ അവരുടെ കുറേ ഐഡിയാസും സജഷൻസും കുറച്ചും കൂടി നമുക്ക് എങ്ങനെ അത് ഇന്നോവേറ്റീവ് ആക്കാൻ പറ്റും. നമുക്ക് ഒബ്വിയസ്ലി വേറൊരു പിക്ചറൊന്നും അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും അല്ലെങ്കിൽ ഫോട്ടോ ഒന്നും റെപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വീട് കുറേ നോക്കുമ്പോൾ കാണാം. അത് കുറേ കാര്യങ്ങൾ അവരിങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ആ ഒരു തീമായിട്ട് സെറ്റ് ചെയ്ത് പോയായിരുന്നു. ആസ് എൻ ഓവറോൾ അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ ഒരു കംപ്ലീറ്റ് തീംഡ് ആയിട്ടും ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ കാണാൻ വന്നപ്പോൾ പോലും ഭയങ്കര അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. എൻ്റെ പേര് വർഗീസ്. ഞാൻ ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മിനിസ്റ്ററാണ്. എൻ്റെ മകനാണ് ഷിബു വർഗീസ്. വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ മോള് തന്നെയാണ്. മോള് ഞാൻ ഈ ഫീൽഡിലാണെങ്കിലും പക്ഷേ എനിക്ക് വീട് കണ്ടപ്പോഴത്തേനും പൂർണ്ണമായി തൃപ്തിയായിരുന്നു. എൻ്റെ പേര് മേരിക്കുട്ടിയാണ്. ഞാൻ BSNL വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മോളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. എനിക്ക് ലിബോണിനോടും ബിൽഡോണിനോടും വളരെയധികം നന്ദിയുണ്ട്. Hi, this is my room. I love the pink shade of this room. I always want the pink shade in my room, and they are giving me the best pink shade possible. Sitting in this room gives me a lot of positive vibes and it's really comfortable sitting here. I just love my room. Hi guys, welcome to my room. The reason I love this room so much is because of the color shade blue and green. I wanted the room to look like this and now it is done like that. My favorite part are two things. One, the interior work in this room, and the second is the tiles in the room. നമ്മൾ എല്ലാം 2Dയിലൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഇവർ അയച്ചു തരാറ്. അപ്പോൾ 2Dയിലൊക്കെ ഞങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇൻ റിയാലിറ്റി നമ്മൾ നാട്ടിൽ പോയി നേരിട്ട് കാണുമ്പോൾ എത്രത്തോളം ഇത് പ്രാക്ടിക്കലി ഇതുപോലെ കാണുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായി. പക്ഷേ ഞങ്ങൾ ഹൗസ് വാമിങ്ങായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ വരണ ആ സമയത്ത് ഇത് നേരിട്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്താണോ 2Dയിലുണ്ടായിരുന്നത് അതിലും എത്രയോ നല്ല രീതിയിലാണ് ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം വന്നത്. അതുപോലെ വാല്യൂ ഫോർ മണി, ഇത് നമ്മൾ എത്ര പൈസ മുടക്കിയെന്ന് പറഞ്ഞാലല്ല, അത് വെർത്തായിരുന്നു. ആ പൈസ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ആ രീതിയിലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. വീട് അത്രയും ഭംഗിയായിട്ട് അവർ ചെയ്തു. നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനേക്കാളും ബിയോണ്ട് അവർ മീറ്റ് ചെയ്തു എന്ന് കണ്ടപ്പോഴത്തേക്കും ഇറ്റ് ഇസ് റിയലി ഗുഡ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്ലി വി വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദം. താങ്ക് യു.